ഓണം എക്സാം ഇപ്പോൾ 2 എക്സാം കഴിഞ്ഞു. എന്താ നിങ്ങളുടെ അവസ്ഥ? ഈ 2 എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യും. പലരും പറയുന്നുണ്ട്, സാറേ ഭയങ്കര ടഫായിരുന്നു എക്സാം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആകെ പ്രശ്നമാണ്, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരു എക്സാം ടഫ് ആവുക ആ കുട്ടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ്. ക്വസ്റ്റ്യൻ ലെവലുകളും ക്വസ്റ്റ്യൻ പാറ്റേണുകളൊക്കെ പല രീതിയിൽ ചോദിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആകുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എക്സാമിന് ഒന്നും പഠിക്കാതെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ലൈവ് കണ്ടുകൊണ്ടുപോയി മാത്രം എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആവുന്നത്? അത് ഭയങ്കര തെറ്റായ ധാരണയാണ്. ഒരിക്കലും എക്സാമിന് തലേന്ന് പഠിക്കുന്ന കുട്ടിക്കോ എക്സാമിന് 2 ദിവസം മുമ്പ് പഠിക്കുന്ന കുട്ടിക്കോ എക്സാം ഒരിക്കലും ഈസി ആണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ഇന്ന് പറയുന്നല്ല, ഈ വീഡിയോയിൽ പറയുന്നല്ല, ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഊന്നി പറയുന്ന കാര്യം കൺസിസ്റ്റന്റ് വർക്കിംഗ് ആണ്. കണ്ടന്റ് ഈസ് ദ കീ. നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. SSLC-കാർക്ക് മാത്സ് എക്സാം കഴിഞ്ഞു, 9ാം ക്ലാസ്സിൽ സോഷ്യൽ എക്സാം കഴിഞ്ഞു. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ച ആളുകൾക്ക് അവരുടെ കണ്ടന്റ് അവർക്ക് ക്ലിയർ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പലരും എക്സാം ഈസി ആയിരുന്നു. കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ ഈ ദിവസങ്ങളിലൊന്നും പഠിക്കാതെ എക്സാമിന് തലേന്ന് അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേ മാത്രം പഠിച്ച ആളുകൾക്ക് ഒരു 50% ക്വസ്റ്റ്യൻസ് ടഫായി. ക്വസ്റ്റ്യൻ പാറ്റേണുകൾ ഓരോ കൊല്ലവും മാറാം. ഏത് രീതി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും ഏത് രീതിയാണെങ്കിലും കോൺസെപ്റ്റ് ആൻഡ് കോണ്ടന്റ് അത് രണ്ടുമാണ് നിങ്ങൾ സെറ്റ് ആക്കേണ്ടത്. ഇനി ഒരുപാട് എക്സാംസ് വരാൻ പോകുന്നുണ്ട്. ആ എക്സാമിനൊക്കെ നിങ്ങൾ ഈ ഒരു അബദ്ധം വരുത്തരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോൺസെപ്റ്റ് ആൻഡ് കോണ്ടന്റ് ക്ലിയർ ആക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കോട്ടെ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പക്ഷേ നിങ്ങളുടെ തലയിൽ ആ ടോപ്പിക്, ആ കോൺസെപ്റ്റ്, ആ കോണ്ടന്റ് ക്ലിയർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് പേടിക്കുന്നത്? പിന്നെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോൺസെപ്റ്റ് ആൻഡ് കോണ്ടന്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഓണം എക്സാമിന് 2 ദിവസം മുന്നെയാണ് നിങ്ങൾ പലരും പഠിക്കാൻ ആരംഭിച്ചത്. അടുത്ത് വരാൻ പോകുന്ന വലിയൊരു എക്സാം ക്രിസ്മസ് എക്സാമാണ്. ആ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു അബദ്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പഠിക്കുന്ന സമയം നിങ്ങൾ കൂട്ടണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കാനുള്ള സമയം നിങ്ങൾ കൂട്ടിയേ തീരൂ. എക്സാമിന് തലേന്ന് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെയും എത്താൻ സാധിക്കില്ല മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കണം. ഞാൻ നിങ്ങളോട് ചേട്ടൻ സാധനം പറയണം, പഠിക്ക്. ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ ഇത് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അടുത്ത ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഈ ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ഓണം എക്സാം ടഫായി എന്ന് പറഞ്ഞ പല ആളുകളും അടുത്ത ക്രിസ്മസ് എക്സാം ഈസി ആയി എന്ന് പറയും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ: 1 കോണ്ടന്റ് ആൻഡ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, 2 ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് പഠിക്കുക, 3 എഫേർട്ട് ഇടുക, നിങ്ങൾ മെനക്കെടുക, നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്രിസ്മസ് എക്സാം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഏത് ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഓണം എക്സാം നിങ്ങൾ പലരും തെറ്റ് ചെയ്തു പോയി, മിസ്റ്റേക്ക് ചെയ്തു പോയി, പോട്ടെ, കഴിഞ്ഞു. ഇനിയുള്ള എക്സാം നിങ്ങളോട് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിച്ചിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, സെറ്റാക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മുടെ അടുത്ത ലക്ഷ്യം ക്രിസ്മസ് എക്സാമാണ്. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം പരിശ്രമിക്കുക. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് സഹായിക്കാൻ നമ്മളൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ചില പരിപാടി പഠിക്കുക എന്നുള്ളതാണ്. ഇനി കുഴപ്പമില്ല മക്കളെ, ഓണം എക്സാം കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായല്ലോ. ക്രിസ്മസ് എക്സാം ഒരിക്കലും ഇത് ചെയ്യരുത്. എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് വരും.